സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജെറിക്കോ കോട്ടയെ തകർക്കുന്നവനായ ദൈവം എന്നതിനെ പറ്റിയാണ്. ഈ ജെറിക്കോ കോട്ടയെ തകർക്കുന്നത് നമ്മുടെ ജീവിതമായിട്ട് എന്താ ബന്ധം? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ കോട്ട തകർക്കുന്ന കാര്യമൊക്കെ നമുക്ക് പഠിക്കുവാനും വായിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ ദൈവം എഴുതി വച്ചിരിക്കുന്നത്? നമുക്കിന്ന് തകർക്കാൻ ഇങ്ങനത്തെ കോട്ടകളുണ്ടോ? അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്? കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇതെല്ലാം എഴുതിയിരിക്കുന്നത് നമുക്കൊരു പാഠമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പഠിക്കാനായിട്ടുമുണ്ട്. അപ്പം എന്താണ് ഈ ജെറിക്കോ കോട്ടയെ തകർത്ത സംഭവമായിട്ട് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് പ്രസക്തി എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ആദ്യമായിട്ട് ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം. ജെറിക്കോ കോട്ടയെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ ഒരു മതിലല്ല. അതിൻ്റെ ഘനമെന്ന് പറയുന്നത് തന്നെ 16 മീറ്ററാണ്. അതായത് 16 മീറ്ററാണ് ഭിത്തിയുടെ ആ വണ്ണം എന്ന് പറയുന്നത്. ആനകളെ കൊണ്ടുവന്ന് ഇടിച്ചാൽ പോലും, ഇങ്ങനെയാണ് പറയുന്നത്, 50-100 ആനകൾ വന്ന് ഒരുമിച്ചിടിച്ചാൽ പോലും വീഴാത്ത തരത്തിലാണ് ജെറിക്കോ പട്ടണത്തിലെ നിവാസികൾ കോട്ട കെട്ടി തങ്ങളുടെ പട്ടണത്തെ സംരക്ഷിച്ചിരുന്നത്. മാനുഷികമായിട്ട് ഒരു വിധത്തിലും തകർക്കാൻ പറ്റാത്ത ഒരു കോട്ട. എന്നാൽ ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, ഇന്ന് ജെറിക്കോ പട്ടണത്തെ ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം, ശക്തനായ ദൈവം, നിത്യനായ നമ്മുടെ പിതാവ് ജോഷുവയെ നോക്കി ഇപ്രകാരം പറയുകയാണ്, ഈ ജെറിക്കോ പട്ടണത്തെ ഇന്ന് നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ജെറിക്കോ കോട്ടയെ തകർക്കാതെ ഇസ്രായേൽ ജനത്തിന് മുന്നോട്ട് പോകാൻ ഇനി സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ജെറിക്കോ കോട്ട തകർക്കപ്പെടുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അല്ല എങ്കിൽ അവർക്കിനി മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല. സാംസന്റെ മുൻപിൽ ഒരു ജെറിക്കോ കോട്ട ഉണ്ടായിരുന്നു. അത് അവൻ്റെ ജഡമോഹമായിരുന്നു, അവൻ്റെ ജഡികാസക്തിയായിരുന്നു. അവൻ്റെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ദൈവിക പദ്ധതികളെ തകിടം മറിക്കാനായിട്ട്, അവനെ തകർത്ത് കളയാനായിട്ട് സാത്താൻ അവൻ്റെ മുൻപിൽ കെട്ടി നിർത്തിയിരുന്ന കോട്ടയുടെ പേരാണ് ജഡമോഹത്തിൻ്റെ ജെറിക്കോ കോട്ട. എന്നാൽ ആ കോട്ടയെ തകർക്കാൻ സാംസൺ പരാജയപ്പെട്ടു പോയി. സാംസൺ ആ കോട്ടയെ തകർത്തിരുന്നുവെങ്കിൽ സാംസന്റെ ജീവിതം എത്രയോ മനോഹരമാകുമായിരുന്നു, എത്രയോ അഭിഷേകം നിറഞ്ഞതാകുമായിരുന്നു. എന്നും മാനവരാശിയുടെ മുൻപിൽ ഒരു നക്ഷത്രത്തെ പോലെ പ്രശോഭിച്ച് നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു സാംസൺ. പക്ഷേ സാംസൺ ആ കോട്ടയെ തകർത്തില്ല. മാത്രമല്ല, ആ കോട്ടയിൽ മൂക്കിടിച്ച് താഴേക്ക് വീണ് തകിടം മറിയുകയാണ്. ദാവീദിന്റെ ജീവിതത്തിലും ഉയർന്നു നിന്നത് ജഡമോഹത്തിന്റെ കോട്ട തന്നെയായിരുന്നു. ആ കോട്ടയിൽ തട്ടി തന്നെ ദാവീദും താഴെ കിടക്കുകയാണ്. യൂദാസിന്റെ മുൻപിൽ ഉയർന്നു നിന്ന കോട്ടയാകട്ടെ ധനമോഹത്തിന്റെ കോട്ടയായിരുന്നു. അപ്പോൾ ധനമോഹത്തിന്റെ ജെറിക്കോ കോട്ടയിൽ തട്ടി യൂദാസും നിലം പരിശാവുകയാണ്. കായേന്റെ മുമ്പിൽ ഉയർന്നു നിന്ന ജെറിക്കോ കോട്ട അസൂയായിരുന്നു. ആ കോട്ടയിൽ തട്ടി കായേൻ എന്ന് പറയുന്ന മനുഷ്യനും നിലം പതിക്കുകയാണ്. മനുഷ്യന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, എല്ലാ മനുഷ്യരുടെയും മുൻപിലും ഒരു കോട്ടയുണ്ട്. ആ കോട്ടയിൽ തട്ടി ഒരുവൻ താഴെ വീഴുകയാണെങ്കിൽ അവൻ്റെ ജീവിതം അതിനനുസരിച്ചുള്ളതായിരിക്കും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ കോട്ടയെ തകർക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം മനോഹരമായിരിക്കും. നമ്മൾ ലോകത്ത് കാണുന്ന അഭിഷേകം നിറഞ്ഞ വ്യക്തികളെല്ലാം, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളെല്ലാം, ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലും ദൈവം ശക്തമായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്ന വ്യക്തികളെല്ലാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് നമുക്ക് കാണപ്പെടുന്ന വ്യക്തികളെല്ലാം അവരുടെ ജീവിതത്തിൽ കാലാകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ജെറിക്കോ കോട്ടകളെ തകർത്ത് കളഞ്ഞിട്ടുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വ്യക്തമാണ്, ജെറിക്കോ കോട്ടയെ തകർത്തില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, എന്നും പള്ളിയിൽ പോകുന്നവരായിരിക്കാം, വർഷത്തിൽ 3 ധ്യാനം കൂടുന്നവരായിരിക്കാം, നല്ലത്. പക്ഷെ കോട്ടയെ തകർത്തില്ല എങ്കിൽ കോട്ടയിൽ തട്ടി പ്രാർത്ഥിച്ച് ഇടിച്ചു നിൽക്കത്തേ ഉള്ളൂ. മുന്നോട്ട് പോകുവാനും ദൈവം നമുക്കാട്ട് ഒരുക്കിയിരിക്കുന്ന മഹത്തായ കാര്യങ്ങളെ സ്വന്തമാക്കുവാനും സാധ്യമല്ല.
കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യ മനസ്സ് മനസ്സിലാക്കിയിട്ടുമില്ല. ഇത് എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്? ജെറീക്കോ കോട്ടയെ നമ്മൾ തകർത്ത് കഴിയുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാനാൻ ദേശം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തേതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ജെറീക്കോ കോട്ടയെ തകർത്തേ പറ്റൂ. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ജെറീക്കോ കോട്ടയെ തകർക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് അതിശക്തമായ ഒരു ദൈവാനുഭവം ജോഷുവയ്ക്ക് ലഭിക്കുകയാണ്. ജോഷുവ നദിയുടെ തീരത്ത് നിൽക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നു. 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് ജോഷുവയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ജോഷുവ പെട്ടെന്ന് അവനോട് ചോദിച്ചു, നീ ഞങ്ങളുടെ പക്ഷത്താണോ ശത്രുവിന്റെ പക്ഷത്താണോ? ഉടനെ ആ വ്യക്തി പറയാണ്, ഞാൻ കർത്താവിൻ്റെ പട്ടാളക്കാരനാണ്, ഞാൻ കർത്താവിൻ്റെ പട്ടാളക്കാരനാണ്, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സോൾജിയറാണ്. ആ ദൂതൻ പിടിച്ചിരിക്കുന്ന വാൾ എന്താണ്? ദൈവവചനം എന്ന് പറയുന്ന വാളാണ്. അപ്പോൾ ജോഷുവയ്ക്ക് വലിയൊരു ദൈവാനുഭവം കൊടുത്തുകൊണ്ട് ദൈവം ജോഷുവയെ ഉറപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ വിശ്വസിക്കുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കാരണം ഇത് തന്നെയാണ്. ഒരുപാട് പേര് എന്നോട് തർക്കിച്ചിട്ടുണ്ട്, ഡോക്ടർ ജോൺ, ഇത് മണ്ടന്മാരുടെ പ്രാർത്ഥനയാണ്, ഇത് ബുദ്ധിയില്ലാത്തവരുടെ പ്രാർത്ഥനയാണ്, ഇത് വിവരമില്ലാത്തവരുടെ പ്രാർത്ഥനയാണ്, ഇത് സാധാരണക്കാരുടെ പ്രാർത്ഥനയാണ്, ഇത് വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ പ്രാർത്ഥനയാണ് എന്നൊക്കെ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, പരിശുദ്ധാത്മ അഭിഷേകമുള്ള ഒരു ധ്യാന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ധ്യാന ഗുരുവാണ് ധ്യാനം നയിക്കുന്നെങ്കിൽ, രഹസ്യ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്ന ശുശ്രൂഷകനാണ് അവിടെ ശുശ്രൂഷകൾ നയിക്കുന്നതെങ്കിൽ, പാട്ട് പാടുന്നതെങ്കിൽ, ആ ധ്യാന ശുശ്രൂഷയുടെ ടീം വിശുദ്ധിയിൽ ജീവിച്ച് ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ടീമാണെങ്കിൽ അവിടെ പങ്കെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദൈവാനുഭവം ഉണ്ടാകും. ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഭവം പരിശുദ്ധാത്മാവ് നൽകുക തന്നെ ചെയ്യും. ഒരു വചനം ഇടിത്തി പോലെ കടന്നു വരുന്നു, മറ്റൊരു വചനം പാറ തകർക്കുന്ന കൂടം പോലെ കടന്നു വരുന്നു, വേറൊരു വചനം തീ നാവ് പോലെ കടന്നു വരുന്നു, വേറൊരു വചനം ഇതാ കണ്ണാടി പോലെ കടന്നു വരുന്നു. പരിശുദ്ധാത്മാവ് മഴ പോലെ കടന്നു വരുന്നു, കാറ്റ് പോലെ വീശുന്നു, തീ പോലെ കടന്നു വരുന്നു, കറണ്ട് അടിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു, ഷോക്കേൽക്കുന്നു, ദൈവസ്നേഹത്താൽ ആളുകൾ പൊട്ടിക്കരയുന്നു. തീർച്ചയായിട്ടും അഭിഷേകം നിറഞ്ഞ ശുശ്രൂഷകളിൽ അനുഭവം ഉണ്ടാകും. 1999 ഞാൻ പങ്കെടുത്ത ഒരു ധ്യാനത്തിലാണ്. അതിനു മുമ്പ് ഞാൻ ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്, ശരിയാണ്, മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അന്ന് ദൈവം വളരെ നന്നായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു അൽമായൻ്റെ ശുശ്രൂഷയിൽ വെച്ചാണ് എനിക്ക് കിട്ടുന്നത്. ആ കാലഘട്ടത്തിൽ ആ അൽമായനെ ദൈവം മനോഹരമായിട്ട് സഭയിൽ ഉപയോഗിക്കുന്ന സമയമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിശക്തമായ ദൈവാനുഭവം എനിക്ക് കിട്ടി. ദൈവത്തെ മുഖാമിമുഖം തൊട്ടനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടി. അതുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി പിന്നീട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്, ബലം കിട്ടിയത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം തരാൻ ദൈവം കൊതിക്കുന്നുണ്ട്. ഇതാ ജോഷുവയ്ക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ യുദ്ധങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് ദൈവം കാണിച്ചുകൊണ്ട് ദൈവം അവിടെ കൊടുക്കുന്ന അനുഭവം വാളേന്തി നിൽക്കുന്ന ഒരു ദൂതനെയാണ്. എന്നാൽ മോശയ്ക്കുണ്ടായ അനുഭവം നേരെ വിപരീതമാണ്. കത്തുന്ന മുൾപടർപ്പാണ്. അതായത് മുൾപടർപ്പിൽ ഇറങ്ങി വരുന്ന തീയായ ദൈവം. മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്നറിയാമോ? മോശേ, ഇതുപോലുള്ള സഹന തീയുടെ അനുഭവത്തിലൂടെ വർഷങ്ങളോളം നീയും ഇസ്രായേൽ ജനവും കടന്നു പോകേണ്ടതായിട്ട് വരും. സഹനത്തീയുടെ മധ്യത്തിൽ നിങ്ങളെ കൈവിടാത്ത സ്വർഗത്തിൻ്റെ അഗ്നിയായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് കാണിക്കുന്ന ഒരു മെസ്സേജാണ് ദൈവം മോശയ്ക്ക് കൊടുക്കുന്നത്. ജോഷുവയ്ക്കാകട്ടെ അങ്ങോട്ടുള്ള കാലത്ത് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് കാണിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ ഒരു അടയാളമായി ദൂതൻ നിൽക്കുന്ന ഒരു അനുഭവം കൊടുക്കുകയാണ്. പെന്തക്കോസ്ത നാളിലാകട്ടെ കൊടുങ്കാറ്റ് പോലെ പരിശുദ്ധാത്മാവ് വരുന്നു എന്ന് പറഞ്ഞാൽ സകല മാലിന്യങ്ങളെയും പറപ്പിച്ച് കളയുന്നവനായി ആത്മാവ് വരുന്നു. തീ നാളമായി പരിശുദ്ധാത്മാവ് വരുന്നു. സകല അഴുക്കിനെയും ചാരമാക്കുന്ന, ചുട്ടുകളയുന്ന, കത്തിച്ച് കളയുന്ന ദൈവത്തിൻ്റെ അനുഭവം കൊടുക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവാനുഭവം കിട്ടിയാൽ ദൈവത്തോടൊപ്പം മുന്നോട്ട് പോകാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കുന്നു, എളുപ്പത്തിൽ സാധിക്കുന്നു. അതുകൊണ്ടാണ് സിറിയയിലെ ഡമാസ്കസിൽ വെച്ച് സാവൂൾ എന്ന് പറയുന്ന കൊലപാതകയെ, സഭയെ പീഡിപ്പിച്ച പെർസിക്യൂട്ടറിനെ, പീഡകനെ ദൈവം അനുഭവം കൊടുത്തുകൊണ്ട് സാവൂളാക്കി മാറ്റുകയാണ്. അപ്പോൾ നമുക്കൊരു അനുഭവം കിട്ടുമ്പോൾ ഓർത്തോണം, ദൈവം നമ്മളെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ
വിശുദ്ധി വളർത്താൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴായിരിക്കും നമുക്കൊരു അനുഭവം. ചിലപ്പോൾ അഭിഷേകമുള്ള ഒരു ഗാനം ശാലോം ടി വിയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ശാലോം ടി വിയിൽ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നമ്മളെ ദൈവം സ്പർശിക്കുന്നു, ഒരു അനുഭവം തരുന്നു. ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നു, ജെറീക്കോ കോട്ട തകർക്കുന്ന സംഭവത്തിലും ദൈവത്തിൻ്റെ മഹാകരുണ കാണാൻ സാധിക്കുന്നു. അതായത് ഈ പ്രദേശത്തുള്ളവർ, കോട്ടയ്ക്കുള്ളിൽ വസിക്കുന്നവരോട് കീഴടങ്ങുവാൻ 7 ദിവസമാണ് ദൈവം കൊടുത്തത്. 7 ദിവസത്തെ ഒരു സമയപരിധി കൊടുത്തുകൊണ്ട് ദൈവം അവരോട് പറയുന്നു, ഈ 7 ദിവസത്തിനകം നിങ്ങൾ കീഴടങ്ങിയാൽ നിങ്ങളെ കൊല്ലത്തില്ല, ദാസരായിരിക്കാൻ സാധിക്കും, നിങ്ങൾ കീഴടങ്ങിയാൽ മതി. പ്രിയപ്പെട്ടവരെ, അവർ കീഴടങ്ങിയില്ല. അവർ വിചാരിച്ചതെന്നറിയാമോ? അവരെ ആരും തോപ്പിക്കില്ല. ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മളിവിടെ കാണുകയാണ് പഴയ നിയമത്തിൽ പോലും. അതായത് ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കൊന്നുകളയുന്നതിന് മുൻപ് പോലും അവർക്ക് കീഴടങ്ങുവാൻ, മരിക്കാതിരിക്കുവാൻ 7 ദിവസം അവർക്ക് ദൈവം നീട്ടിക്കൊടുക്കുകയാണ്. ഈ 7 ദിവസം കരുണയുടെ ദിവസങ്ങളാണ്. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സമയം തരുവാൻ നിങ്ങളോട് അവിടെ നിന്ന് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കാണുക പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, ഒരാൾ പോലും നശിച്ചു പോകാതിരിക്കാൻ കരുണ കാണിക്കുന്ന ആ ദൈവം അന്ന് ജെറീക്കോയിൽ വസിച്ചിരുന്നവരും നശിച്ചു പോകാൻ ആഗ്രഹിച്ചില്ല. കീഴടങ്ങാൻ അവർക്ക് 7 ദിവസങ്ങൾ കൊടുത്തിട്ടും അവർ എതിർത്ത് നിന്നതിനാലാണ് അവർ മരിക്കേണ്ടതായിട്ട് വന്നത്. ദൈവം ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവം ഇന്നും അങ്ങനെ തന്നെയാണ്. യേശയ്യായുടെ പുസ്തകം 30-ാം അധ്യായത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിന്നോട് കരുണ കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കരുണ കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. ഇന്നും പ്രിയപ്പെട്ടവരെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, സോദോം ഗോമോറ എന്ന് പറയുന്ന ദേശത്ത് സ്വവർഗഭോഗത്തിൽ ആളുകൾ ദൈവത്തെ വേദനിപ്പിക്കുമ്പോൾ അവർക്ക് ദൈവം അനേക നാളുകൾ നീട്ടിക്കൊടുക്കുകയാണ്. മാനസാന്തരപ്പെടാൻ ഒരുപാട് കാലം അവർക്ക് അനുവദിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അവരാരും മാനസാന്തരപ്പെട്ടില്ല. എന്ന് മാത്രമല്ല, ദൂതന്മാരോടൊപ്പം പാപം ചെയ്യാൻ ദൂതന്മാരുടെ പുറകെ അവർ ഓടുകയാണ്. അപ്പോൾ പാപം അതിൻ്റെ മൂർധന്യത്തിലെത്തിയപ്പോഴാണ് ആ ദേശം കത്തിച്ചാമ്പലായി പോകാൻ ദൈവം അനുവദിക്കുന്നത്. നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്. പാപിക്ക് മാനസാന്തരപ്പെടുവാൻ സമയം നീട്ടിക്കൊടുക്കുന്നവനാണ്. അന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. 4-മതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ജെറീക്കോ കോട്ട തകർന്നത് ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വച്ചിരിക്കുന്നു, ഇസ്രായേൽ ജനം 7 ദിവസം വിശ്വാസത്തോടു കൂടി ജെറീക്കോയുടെ കോട്ടയ്ക്ക് ചുറ്റും വലം വച്ചപ്പോൾ ജെറീക്കോ കോട്ട തകർന്നു വീണു. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്, എങ്ങനെയാണ് ജെറീക്കോ കോട്ട തകർന്നത്? വിശ്വാസത്തോടെ, ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസത്താൽ. പ്രിയപ്പെട്ടവരെ, ശരിക്കും ഒരു പോഷത്വമല്ലേ? കാണുന്നവരെല്ലാം ഇവരെ പരിഹസിച്ച് കാണത്തില്ലേ? വെറുതെ കുറേ ഊത്തും പീപ്പിയും ഒക്കെ എടുത്തുകൊണ്ട് കുഴൽ ഊതി കിന്നരമൊക്കെ മീട്ടി ഈ 50-100 ആനകൾക്ക് പോലും തകർക്കാൻ പറ്റാത്ത ജെറീക്കോ കോട്ടയുടെ ചുറ്റിലും ഏതാണ്ട് 20 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽക്കാർ കിടന്ന് വട്ടം കറങ്ങുന്ന കാണുമ്പോൾ കാണുന്നവരെല്ലാം ചിരിച്ചു കാണും. ഇവന്മാർക്ക് ഭ്രാന്താണ്, ഇവർ വിഡ്ഢികളാണ്, എന്താണ് ഈ കാണിക്കുന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ പരിഹസിച്ച് കാണും, കോമാളികളെപ്പോലെ കണ്ടു കാണും. പക്ഷേ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിന്നു. ദൈവം അവർക്കൊരു വചനം കൊടുത്തു. എന്താണെന്നറിയാമോ? 7 ദിവസം ഈ കോട്ടയ്ക്ക് ചുറ്റും നിങ്ങൾ വലയം വയ്ക്കണം. 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം വലയം വയ്ക്കണം. കാഹളമൂതണം, 6 തട്ടഹസിക്കണം, സ്തുതിക്കണം. ജനങ്ങളെല്ലാം കൂടെ 6 തട്ടഹസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മശക്തി ഇറങ്ങി വന്ന് കോട്ട തകർന്നു വീഴും. പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. ലോജിക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ബുദ്ധി കൊണ്ട് അളന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. വിശ്വാസം യുക്തിക്കെതിരല്ല, യുക്തിക്ക് അതീതമാണ്, യുക്തിയുടെ അപ്പുറത്തേക്ക് നിൽക്കുന്നതാണ്. യുക്തിക്കെതിരല്ല, യുക്തിയുടെ അപ്പുറത്ത് നിൽക്കുന്ന കാര്യമാണ്. ബുദ്ധി കൊണ്ട് ജോഷുവായും കൂട്ടരും അന്ന് ദൈവത്തിൻ്റെ വചനത്തെ അളന്നിരുന്നുവെങ്കിൽ, അനലൈസ് ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും അവരിങ്ങനെ കടന്ന് വട്ടം കറങ്ങി ഈ കോട്ടയ്ക്ക് ചുറ്റും കടന്ന് വട്ടം കറങ്ങത്തില്ലായിരുന്നു. പക്ഷെ അവർ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചു. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം പറയുന്നു, വിശ്വാസമെന്ന് പറയുന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്.
വീണ്ടും ഹെബ്രായലേഖനം 11:6 പറയുന്നു, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്നും വചനം വ്യക്തമായിട്ട് നമ്മളോട് പറയും. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവം തൻ്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നതിനെ കണ്ണുമടച്ച് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലുള്ള അത്ഭുതങ്ങൾ കാണുക തന്നെ ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഇന്ന് എന്നോടും നിങ്ങളോടും കർത്താവ് എത്രയോ തവണ ഇത് പറയുന്നു. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ജെറിക്കോയുടെ കോട്ടയെ തകർത്ത് കളഞ്ഞ ദൈവം ഇന്നും നമ്മുടെ മുൻപിൽ ഉയരുന്ന കോട്ടകളെ തകർത്ത് കളയാൻ ശക്തനാണ്. മദ്യപാനത്തിൻ്റെ കോട്ടകളെ, വ്യഭിചാരത്തിൻ്റെ കോട്ടകളെ, ബ്ലൂ ഫിലിം കാണുന്ന സ്വഭാവത്തിൻ്റെ കോട്ടകളെ, തെറ്റായ ബന്ധങ്ങളുടെ കോട്ടകളെ, തെറ്റായ ഫോൺ വിളികളുടെ കോട്ടകളെ, വെറുപ്പിൻ്റെ കോട്ടകളെ, അഹങ്കാരത്തിൻ്റെ കോട്ടകളെ, പിടിവാശികളുടെ കോട്ടകളെ, അസൂയയുടെ കോട്ടകളെ, കോപത്തിൻ്റെ കോട്ടകളെ, അലസതയുടെ കോട്ടകളെ, എല്ലാ തിന്മയുടെ കോട്ടകളെയും തകർക്കാൻ ഇന്നും ദൈവം ശക്തനാണ്. ദൈവം നമ്മോട് പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുക. റോമാലേഖനം 10:12 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ജോഷുവ എന്ന വാക്ക് തന്നെയാണ് ജീസസ് എന്ന വാക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ദൈവം രക്ഷിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മോശയ്ക്ക് ജനങ്ങളെ രക്ഷയിലേക്കും കാനാൻ ദേശത്തേക്കും നയിക്കാൻ സാധിച്ചില്ല, ജോഷുവയ്ക്കാണ് സാധിച്ചത്. പഴയ നിയമത്തിൻ്റെ പുസ്തകങ്ങൾക്കൊന്നും നമ്മളെ സ്വർഗത്ത് എത്തിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ പിന്നീട് വന്ന യേശു ക്രിസ്തുവിന് നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം യേശുവിൻ്റെ പക്കലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിക്കും രക്ഷ തടയപ്പെടുന്നില്ല, രക്ഷ അപ്രാപ്യമാകുന്നില്ല, രക്ഷ എന്ന് പറയുന്നത് വിദൂരത്താകുന്നില്ല. പകരം രക്ഷ സമീപത്തായിരിക്കുകയാണ്. ഈശോ ഒരു മതത്തിൻ്റെ ഭാഗമല്ല, ഈശോ ഒരു ഡിനോമിനേഷൻ്റെ ഭാഗമല്ല. ഈശോ സകല ജാതി മനുഷ്യർക്കും അവരെ സൃഷ്ടിച്ച ദൈവം കൊടുത്ത സമ്മാനമാണ്. സ്വന്തമായിട്ട് സ്വർഗം എവിടെയാണെന്ന് പോലും അറിയാതെ വട്ടം കറങ്ങുന്ന, ഏത് ഡയറക്ഷനിൽ ചെന്നാൽ എത്തുമെന്നറിയാതെ വട്ടം കറങ്ങുന്ന മനുഷ്യരാശി നോക്കി യേശു മാത്രം വിളിച്ചു പറഞ്ഞു, ഞാനാണ് സത്യം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ബുദ്ധൻ്റെ മരണസമയത്തെ വാക്കുകൾ ശ്രദ്ധേയമാണ്. നിങ്ങൾക്ക് എല്ലാ പുസ്തകങ്ങളിലും അത് വായിക്കാൻ പറ്റും. ബുദ്ധനെ പറ്റി എഴുതിയിരിക്കുന്ന എല്ലാ ബുക്കുകളിലും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബുദ്ധൻ ഇപ്രകാരമാണ് പറയുന്നത്, ഐ ആം സെർച്ചിങ് ഫോർ ദ ട്രൂത്ത്. ഇപ്പോൾ പോലും സ്റ്റിൽ ഐ ആം സെർച്ചിങ് ദ ട്രൂത്ത്. സത്യത്തെ ഞാൻ അന്വേഷിക്കുന്നു. സത്യം എന്ത് എന്ന് ഞാൻ അന്വേഷിക്കുന്നു. സത്യത്തെ എവിടെ കിട്ടുമെന്ന് ഞാൻ അന്വേഷിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് പ്രിയപ്പെട്ടവരെ ബുദ്ധൻ മരിക്കുന്നത്. എന്നാൽ യേശു പറഞ്ഞു, ഞാനാണ് സത്യം. ഐ ആം ദ ട്രൂത്ത്. ഐ ആം ദ ലൈഫ്. ഐ ആം ദ വേ. ഐ ആം ദ റെസറക്ഷൻ. ഞാനാണ് സത്യം, ഞാനാണ് വഴി, ഞാനാണ് ജീവൻ. എല്ലാ മതങ്ങളും എല്ലാ സംസ്കാരങ്ങളും കാത്തിരുന്ന രക്ഷകൻ യേശുവാണ് പ്രിയപ്പെട്ടവരെ. യേശുവിനെ ഒരു മതത്തിൻ്റെ ഭാഗമാക്കരുതേ. യേശുവിനെ ഒരു ഡിനോമിനേഷൻ്റെ മാത്രം ഭാഗമാക്കി കളയരുതേ. യേശുവിനെ ഒരു സഭയുടെ ഭാഗം മാത്രമാക്കി കളയരുതേ. ഇത് ദൈവത്തിൻ്റെ ഒരു അഭ്യർത്ഥനയാണ് നമ്മോടുള്ള. ഇതാ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടി, ആഫ്രിക്കയിലും ഏഷ്യയിലും അമേരിക്കയിലും യൂറോപ്പിലും എല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവം മനുഷ്യനായി വന്ന് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തതാണ് ഈശോ. ആ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഒക്കെ നമ്മൾ ഗ്രഹിച്ച് അവൻ്റെ മാറോട് ചേർന്ന് നമുക്കിരിക്കാം. അവൻ്റെ മുറിവുകളിൽ നമുക്ക് അഭയം കണ്ടെത്താം. അവൻ്റെ മുൾമുടിയണിഞ്ഞ ശിരസിൽ നമുക്ക് ചുംബിക്കാം. അവൻ്റെ രക്തം നമ്മുടെ മേൽ വീഴട്ടെ, അത് നമ്മളെ കഴുകട്ടെ, അവൻ്റെ സ്നേഹം നമ്മളെ പൊതിയട്ടെ. പ്രിയപ്പെട്ടവരെ, അവിടെ മാത്രമാണ് രക്ഷ. അവൻ്റെ ആത്മാവ് നമ്മിൽ നിറയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ജെറിക്കോ കോട്ടകൾ ഞങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോൾ പുതിയ നിയമത്തിലെ ജോഷുവായായി അവിടെ നിന്ന് കടന്നു വന്ന് ഞങ്ങളെ രക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.